എന്താണ് ഇവിടെ ഒരു പരിപാടി? നീ എന്താ ചിന്താവിഷ്ടയ ശ്യാമളെ പോലെ ഇരിക്കുന്നേ? ഈ തയ്യൽ മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ്. തയ്യൽ മെഷീൻ ഇപ്പൊ എന്ത് പറ്റി? എനിക്ക് എന്തായാലും ഇത് ചവിട്ടി പ്രവർത്തിപ്പിക്കാനുള്ള ആരോഗ്യമില്ല. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാവുന്നില്ല, നമുക്കിത് OLX ഇട്ട് വിറ്റാലോ? വിൽക്കാനോ? ഇതിനൊരുപാട് കഥകളുള്ള ഒരു തയ്യൽ മെഷീനാണ്. നൊക്ലാച്ചി. ഇത് ഏതാ കമ്പനി? ഇത് ഉഷ. ഉഷ. അന്ന് വാങ്ങിയപ്പോ എത്ര രൂപയായി? അന്ന് ഇത് വാങ്ങിയപ്പോൾ 4200 രൂപയായി. എത്ര വർഷമായി ഇത്? ഇതൊരു 18 വർഷത്തോളമായി. 18 വർഷം. കല്യാണം കഴിഞ്ഞും കൂടെ കൊണ്ട് നടക്കുകയാണല്ലേ? യെസ്. എന്ത് ചെയ്യാനാണ് ഉദ്ദേശം? ഇതിലൊരു ഇലക്ട്രിക് മോട്ടോർ വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ ഒന്ന് ചിന്തിക്കുകയാണ്. കാര്യം ഞാൻ എന്തായാലും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഉഷയുടെ തന്നെ ഒരു ഇലക്ട്രിക് മോട്ടോർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ. ഇതാണല്ലേ മോട്ടോർ. ഇത് എത്ര രൂപയായി? ഇത് MRP വന്നിട്ട് ഏകദേശം 1875 കിടക്കുന്നത്. ഇത് ഉഷ എന്ന കമ്പനിയുടെ തന്നെയാണ്, അതായത് നമ്മുടെ മെഷീൻ്റെ സെയിം കമ്പനി തന്നെയാണ്. 1875 ആണെങ്കിലും ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഏകദേശം 1500 രൂപയ്ക്കാണ് കിട്ടിയത്. ഇതിൽ എന്തൊക്കെയുണ്ട്? ഇതിനകത്ത് ശരിക്കും ഒരു മോട്ടറും അതുപോലെ തന്നെ ആക്സിലേറ്ററും അതിൻ്റെ കുറച്ച് വയറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് വാങ്ങേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇതിൽ കിടക്കുന്ന ഈ ഒരു നമ്മുടെ പഴയ ബെൽറ്റ് മാറിയിട്ടാണ് മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ മോട്ടറിലോട്ട് ഈ ഒരു ബെൽറ്റ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉഷയുടെ ഈ ഒരു മോട്ടറിന് 1 വർഷം വാറണ്ടി കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് ഇതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫിറ്റ് ചെയ്യാൻ അറിയാമോ? അവസാനം എൻ്റെ തയ്യൽ മെഷീൻ ചീത്താക്കി തരരുത് കയ്യിൽ. നമുക്ക് നോക്കാം. ഇതാണ് മോട്ടർ കേട്ടോ. ഒരു ചെറിയ മോട്ടറാണിത്. ഏകദേശം വലിയ കപ്പാസിറ്റി ഇല്ലെങ്കിൽ പോലും കൊള്ളാം. എന്തായാലും കമ്പനിയുടേതാണ്. അത് ഉഷയുടെ തന്നെ എംബ്ലവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ. USHA. ഇതാണ് അതിൻ്റെ പവർ പോയിന്റ് വരുന്നത്. ഇവിടെയാണ് കറങ്ങുന്നത്. ബെൽറ്റിയുടെ അതിൻ്റെ പോർഷൻ ഇതാണ്. ഓക്കെ. അപ്പം മോട്ടറുണ്ട്. ഇതാണ് അതിൻ്റെ ആക്സിലേറ്റർ. നമ്മൾ കാലുകൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട പോർഷൻ ഇതാണ്. നമ്മുടെ മോട്ടറിലേക്ക് കൊടുക്കുന്ന ആ ഒരു കണക്ഷനാണ്, ആ പവർ കണക്ഷനാണിത്. ഇത് നമ്മൾ സോക്കറ്റിൽ കൊടുക്കുന്ന പോയിന്റ്. ഇതെന്താ ശരിക്കും എന്താണെന്ന് അറിയാമോ? നമ്മുടെ കാറിലൊക്കെ ആക്സിലേറ്റർ പോലെ ഒരു കൺട്രോളാണ്. അതായത് നമ്മൾ എത്രത്തോളം നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് പൊക്കെ എന്താക്കിയൊക്കെ ചെയ്യാൻ പറ്റും, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു നട്ടും ബോൾട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ബെൽറ്റ് എക്സ്ട്രാ ആണ്. അപ്പോൾ എല്ലാ തയ്യൽ മെഷീനിലും, അപ്പോൾ നമുക്ക് ഉഷ എന്നല്ല ഏതൊരു തയ്യൽ മെഷീനും എല്ലാ മെഷീനിലും ഈ ഭാഗത്തായിട്ടാണ് മോട്ടർ കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ ബെൽറ്റ് ഊരി മാറ്റും. പഴയ ബെൽറ്റ് ഊരി മാറ്റിയതിന് ശേഷം ഈ ഭാഗത്താണ് മോട്ടർ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് മോട്ടർ കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ എല്ലാ മെഷീനിലും ഈ ഭാഗത്ത് ഒരു നട്ട് കാണും. ഈ ഭാഗത്ത് ഒരു നട്ട് കാണും. തയ്യൽ മെഷീനിൽ നട്ട് കാണത്തില്ല, ഒരു ഹോൾ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ അഡീഷണൽ ബോൾട്ട് വാങ്ങിയിട്ട് ഇതിൽ സെറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഈ ഒരു ബോൾട്ട് ഊരിയെടുക്കാം. സിമ്പിളാണ്, വലിയ ടൈറ്റ് ഒന്നും ആയിരിക്കില്ല അത്. അങ്ങനെ ആ ബോൾട്ട് ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് ആ ബോൾട്ട്. ശരിക്കും ഇത് ഈ മെഷീൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ബോൾട്ടാണ്, പഴയ ബോൾട്ടാണ്. ചില മെഷീനിൽ ബോൾട്ട് കാണത്തില്ല, ഇതുപോലൊരു ഹോളായിട്ടായിരിക്കും കാണുന്നത്. എന്തായാലും നമ്മൾ ഈ ഇളക്കിയെടുത്ത ബോൾട്ട് ഭദ്രമായിട്ട് മാറ്റിയേക്ക് നമുക്ക് ആവശ്യമുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ ബെൽറ്റ്, പഴയ ബെൽറ്റ് നമുക്ക് അഴിച്ചു മാറ്റാം. സിമ്പിൾ പരിപാടിയാണല്ലേ. ഈ ഒരു ഇവിടെയാണ് ജോയിന്റ് അല്ലേ വരുന്നത്? ശരി ശരി, ജോയിന്റ് കട്ട് ചെയ്തെടുക്കുകയാണ് അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ പഴയ ബെൽറ്റ് ഇത് നൂല് കൊണ്ടുള്ള ബെൽറ്റാണെന്ന് തോന്നുന്നില്ലേ? ശരി, അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മോട്ടർ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മോട്ടർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഇവിടെ നോക്കാം. അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ശരിയാവുന്നെങ്കിൽ ശരിയാവട്ടെ. എൻ്റെ ഈശ്വര, എൻ്റെ തയ്യൽ മെഷീൻ ഇതുപോലെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടണേ. നമ്മൾ ഈ മോട്ടർ എടുക്കുമ്പോൾ ഈ മോട്ടർ അവർ സെറ്റ് ചെയ്ത് എന്തായാലും ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നെയാണ് കമ്പനി വിടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2 ബോൾട്ടും ലൂസാക്കി ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടിയിടണം. നമുക്ക് ആവശ്യാനുസരണം മോട്ടർ വയ്ക്കുന്നതിന് കണക്കാക്കി നമുക്ക് ഈ സാധനം പിന്നീട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും ഒന്ന് ലൂസാക്കാം. അപ്പോൾ ലൂസാക്കാൻ വേണ്ടി ടൂൾ എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ ലൂസായിട്ടുണ്ട്. ഇത് കണ്ടോ, കറങ്ങുന്നുണ്ടോ? ഇനി നമുക്കിത് കണ്ടോ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടോ,
ഹൈറ്റ് കൂട്ടാൻ പറ്റും, ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സെൻറ്ററിൽ ഏകദേശം സെൻറ്റർ ഭാഗത്ത് ശരി വേണ്ട, നമുക്ക് ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തായിട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. തൽക്കാലം കൈ കൊണ്ട് തന്നെ ടൈറ്റ് ചെയ്യുന്നു, ഓവർ ടൈറ്റ് ചെയ്യുന്നില്ല. നമുക്ക് പിന്നീട് ഹൈറ്റ് നോക്കിയിട്ട് എങ്ങനെയാണ് വയ്ക്കേണ്ടത് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കൈ കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇനി നമുക്ക് മോട്ടർ നമുക്ക് തയ്യൽ മെഷീനിലേക്ക് ഘടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് മോട്ടർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ഏകദേശം സ്വിംഗ് മെഷീൻ മോട്ടറാണ്. അതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഉഷയുടേതാണ്. ഓക്കെ, ചെറിയൊരു മോട്ടറാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് ഇവിടെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ നമ്മൾ ഇളക്കി എടുത്ത് നെറ്റ് ഇവിടെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹൈറ്റ് പറഞ്ഞില്ലേ, ശരിക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ബെൽറ്റ് ഇട്ടതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഇത് കൈ കൊണ്ട് ടൈറ്റ് ചെയ്താൽ പോരാ, നമുക്ക് എന്തായാലും സ്ക്രൂ ഡ്രൈവർ, ശരിക്കും ഇതൊരു മൈനസ് പോയിന്റ് ആണ് ഇവിടെ. അപ്പോൾ നമുക്കത് മൈനസ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ മോട്ടർ ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോർഷൻ ടൈറ്റ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ബെൽറ്റ് ഇട്ടതിന് ശേഷമാണ് ഇവിടെ ടൈറ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു ചെറിയ ആട്ടം വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ വാങ്ങിയ ബെൽറ്റ്, ശരിക്കും ഇത് 20 രൂപയുടെ ഉള്ളൂ. നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് തന്നിരിക്കുന്നത്, പാക്കറ്റിൻ്റെ കൂടെ വരത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും മോട്ടർ വാങ്ങാൻ പോകുമ്പോൾ ബെൽറ്റിൻ്റെ കേസ് ചോദിച്ച് വാങ്ങുക. ബെൽറ്റ് ഇടുന്ന കേസാണ്. അപ്പോൾ ചിലവർ വന്നിട്ട് ബെൽറ്റ് എടുത്ത് ഇത് കണ്ടോ ഇങ്ങനെ മുകളിൽ കൂടെ ഒക്കെ ഇടും. ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. എളുപ്പം എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഈ ഭാഗത്ത് കൂടെ എടുത്തിട്ട് സിമ്പിളായിട്ട് ഇതിനെങ്ങ് എടുക്കുക. ഇത്ര പരിപാടിയേ ഉള്ളൂ. കണ്ടോ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബെൽറ്റ് ഈ മുകൾ ഭാഗത്ത് ഇടേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ശ്രദ്ധിച്ചോ, ഈ ഒരു ലൈനിലാണ് ഈ ഒരു ബെൽറ്റ് കിടക്കേണ്ടത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ പോർഷൻ ബെൽറ്റ് നമ്മൾ ആ ലൈനിലേക്ക് ഇടുകയാണ്. ഓക്കെ, അതിനുശേഷം ഇതേ കണ്ടോ മോട്ടർ. അപ്പോൾ ഇത് നമുക്ക് ഹൈറ്റ് കുറച്ചപ്പോൾ നമുക്ക് ബെൽറ്റ് ടൈറ്റ് ആയില്ലെങ്കിൽ മാത്രം ഇത് കണ്ടോ വലിച്ചിടാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷൻ ലൂസാക്കിയിട്ട് ബെൽറ്റ് നമുക്ക് തെന്നിയിടാം, അതിനകത്തോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ ശരിക്കും നമ്മൾ ടൈറ്റ് ചെയ്തിട്ടില്ല, ചെറിയ ലൂസാണ്. ഈ താഴത്ത് നമ്മുടെ ആ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിലെ ആ ഒരു ബെൽറ്റ് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തയ്യൽ മെഷീൻ്റെ ആ ഒരു ലോക്കിലും ബെൽറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് ബെൽറ്റ് കിടക്കുന്ന ഒരു പോർഷൻ. കണ്ടോ, ബെൽറ്റ് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ശരിക്കും ബെൽറ്റ് ടൈറ്റായി. ഇനിയിപ്പോൾ നമ്മൾ ചില ആൾക്കാർ ചെയ്യും, ഈ സംഭവം സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഇത് വലിച്ച് ടൈറ്റ് ചെയ്യും. അതായത് നമ്മൾ ഈ ബെൽറ്റും ഈ മോട്ടറൊക്കെ വലിച്ച് പിടിച്ച് ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഏകദേശം ഒരു ചെറിയ ഇത്രയും ലൂസ് വേണ്ട, കുറച്ചും കൂടി ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ലൂസ് നമുക്കിതിന് വേണം. ചെറിയ ലൂസ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ബെൽറ്റ് പെട്ടെന്ന് പാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയ ലൂസ് ഇട്ടുകൊണ്ട് ബാക്കി നമുക്ക് ടൈറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഒരു പോർഷൻ ടൈറ്റ് ചെയ്യാം. രണ്ട് നട്ടും നമ്മൾ ടൈറ്റ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളത് ലാസ്റ്റാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് ചിലപ്പം മുമ്പോട്ടായി പോകും, അല്ലെങ്കിൽ പുറകോട്ടായി പോകും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ബെൽറ്റ് വിട്ടതിന് ശേഷം ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പോർഷനിൽ രണ്ട് നട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ക്ലാമ്പിൽ രണ്ട് നട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ ബെൽറ്റ് വലിയ ടൈറ്റ് അല്ല. ഇനി നമുക്ക് തയ്യൽ മെഷീനായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നട്ടും കൂടി ടൈറ്റ് ചെയ്യാം. ആ സമയത്ത് മോട്ടർ കുറച്ച് തള്ളി പിടിച്ചതിന് ശേഷമാണ് ടൈറ്റ് ചെയ്യേണ്ടത്. തള്ളി പിടിക്കുമ്പോൾ നോക്കണം, ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല, ഒരു ചെറിയ ലൂസ് വേണം. ഓക്കെ, അപ്പം ഞാൻ തള്ളി പിടിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, അത് മാക്സിമം ടൈറ്റ് ആയിട്ടുണ്ട്. നോക്കൂ, ബെൽറ്റ് ഓവർ ടൈറ്റ് അല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടോ കറങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഇലക്ട്രിക്കൽ കണക്ഷനും ആക്സിലേറ്ററും കൊടുക്കാം. ആക്സിലേറ്റർ എടുത്തിട്ടുണ്ട്. രണ്ട് ലൈനാണ് ഇതിലോട്ട് വരുന്നത്. ഒന്ന് മോട്ടറിലേക്ക് പവർ കൊടുക്കുന്നൊരു പോയിൻറ്റും മറ്റൊന്ന് നമ്മൾ സോക്കറ്റിലേക്ക് കൊടുക്കേണ്ട പോയിൻറ്റും. അപ്പോൾ അത് നമുക്ക് കണക്ഷൻ കൊടുക്കാം. ആദ്യം മോട്ടറിലേക്ക് കൊടുക്കാനുള്ള കണക്ഷൻ ലൈൻ നമ്മൾ കൊടുക്കുകയാണ്. ഈ ഒരു സോക്കറ്റാണ്, അത് ഈ പോർഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ആക്സിലേറ്റർ ഇവിടെ ഇരിക്കട്ടെ.
ഇവിടെ വെച്ചു. ഇനി നമ്മൾ സോക്കറ്റ് ഇവിടെ കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഓണാക്കി നോക്ക്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മൾ സ്വിച്ച് ഇടുകയാണ്. എന്താണെന്ന് അറിയില്ല, വല്ല പൊട്ടലും ചീറ്റും ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് ഓണാക്കിയിട്ടുണ്ട് സ്വിച്ച്. ഇത് ആക്സിലേറ്ററാണിത്. തൽക്കാലം നമ്മൾ മുകളിൽ വയ്ക്കുകയാണ്, താഴെയാണ് വയ്ക്കേണ്ടത്. നോക്കൂ, ആക്സിലേറ്റർ നമ്മൾ പ്രസ് ചെയ്യുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉഷയുടെ പഴയ തയ്യൽ മെഷീന് നമ്മൾ പുതുജീവൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആശയ്ക്ക്? അപ്പോൾ എന്തായാലും പുതുജീവൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചവിട്ടാണ്ട് തന്നെ ആക്സിലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് മോട്ടർ ഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ തയ്യൽ മെഷീനെ പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് തന്നെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള കേസേ ഉള്ളൂ, വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്താണ്, ടെസ്റ്റ് ചെയ്ത് നോക്കിയാണോ? ഓക്കെ. താഴെ വയ്ക്കണം, നമ്മൾ ചവിട്ടി വേണം ചെയ്യാൻ. കാരണം നമ്മൾ 2 കൈയും വേണം തയ്ക്കാൻ. നമുക്ക് ശരിക്കും ഒരു ചെറിയ സ്വിച്ച് കൂടെ വേണം. കാരണം ലെങ്ത് ഇതിപ്പോൾ നമുക്ക് നമ്മുടെ സോക്കറ്റ് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ലെങ്ത് പ്രശ്നമുണ്ട്. ഒരു ചെറിയ സ്വിച്ച് കൂടെ അടിച്ച് പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ താഴേക്ക് ആക്കാം. ഇപ്പോൾ നമുക്ക് മുകളിൽ വെച്ച് തന്നെ നമുക്ക് തയ്ച്ച് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു കർച്ചീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം തയ്യൽ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ തയ്യലൊക്കെ വീഴുന്നുണ്ടല്ലേ? തയ്യലൊക്കെ വീഴുന്നുണ്ട്. ഇത് രാത്രി ആയതുകൊണ്ട് വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ട്. തയ്യലൊക്കെ നല്ല രീതിയിൽ വീഴുന്നുണ്ട്. ഓക്കെ. വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളതുകൊണ്ടാണെന്നറിയില്ല, ചെറിയ പമ്മൽ പോലെ ഉണ്ട്. 5 മണിക്ക് മുന്നേ തയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.